നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഒരുപാട് ആളുകൾ ഇന്ന് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു രോഗമാണ് പ്രമേഹ രോഗം എന്ന് പറയുന്നത്. പ്രമേഹ രോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് പല ആളുകളും ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളത്. പക്ഷേ അതേപോലെ പ്രമേഹ രോഗത്തെ പോലെ തന്നെ നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു അസുഖമാണ് പ്രീ ഡയബറ്റീസ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രമേഹ രോഗം വരുന്നതിന് മുമ്പുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രീ ഡയബറ്റീസ് കണ്ടീഷനിലുള്ള പല ആളുകൾക്കും നമ്മൾക്ക് കിഡ്നിയുടെ ഫങ്ഷൻസ് കുറഞ്ഞു വന്നേക്കാം. അതല്ല എങ്കിൽ നമുക്ക് പലപ്പോഴായിട്ട് കിഡ്നിയുടെ അല്ലെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മുഖത്തും കഴുത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് കറുപ്പ് നിറം വന്നേക്കാം. അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് വന്നേക്കാം. ചില ആളുകൾ സെക്ഷുവലി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. പുരുഷന്മാരിലാണെങ്കിൽ കൂടുതലും വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ED പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പലരും ഇതെന്ത് കാരണം കൊണ്ടാണ് വന്നതെന്ന് നോക്കാറുള്ളത്. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറുള്ളത് നമ്മുടെ ഷുഗർ ഒന്ന് അതിനെ കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് കൂടി കാണും. കുറച്ച് കാലം കഴിയുന്ന സമയത്ത് നമ്മളൊന്ന് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഷുഗർ കൂടി കാണാം, പിന്നെ നോർമൽ ആവുക എന്നുള്ളൊരു കണ്ടീഷൻ. പലപ്പോഴും ഇത് നിങ്ങൾക്ക് പ്രമേഹം വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കാം പ്രീ ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷൻ. പ്രീ ഡയബറ്റീസ് കണ്ടീഷനിലുള്ള പല ആളുകളിലും പലതരത്തിലുള്ള രോഗങ്ങളും പിന്നീട് കണ്ടേക്കാം. അതല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡയബറ്റീസ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയേക്കാം. ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്കൊക്കെ അല്ലെങ്കിൽ മുത്തശ്ശനൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഫാമിലിയിലായിട്ടുള്ള ഒരു ഡയബറ്റീസ് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീ ഡയബറ്റിക് കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ഒരു ജീവിതശൈലി മാറ്റം വരുത്തി കൊണ്ടുവരികയാണെങ്കിൽ, കറക്റ്റായിട്ട് നമ്മൾ ഫുഡൊക്കെ മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് 100% നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷനിലേക്ക് എത്താതെ പോകുന്നതും കൂടിയാണ് ഈ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രീ ഡയബറ്റീസ് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ നോക്കാം. നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറും FPS മാത്രം ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം FBSഉം അതുപോലെ തന്നെ PPS എന്ന് പറയും. അത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നതാണ്. അപ്പോൾ FBS നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ് 100 മുതൽ ഒരു 80 മുതൽ 120 വരെയൊക്കെ നോർമൽ ആണെന്നുള്ളത്. അപ്പോൾ 120 മേലെ അല്ലെങ്കിൽ 125 മേലേക്ക് ആകുമ്പോഴേക്കാണ് നമ്മൾ കൂടുതലായിട്ടും ഷുഗർ രോഗിയാണ് അല്ലെങ്കിൽ ഡയബറ്റീസ് ആണെന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നോക്കുന്ന ബ്ലഡ് ഷുഗർ ലെവലിൽ 100നും 120നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് കണ്ടീഷനിലാണ്. നിങ്ങൾക്ക് പിന്നീട് ഷുഗർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ PPS നോക്കുന്ന സമയത്ത് ഒരു 140നും 200നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട്, പ്രീ ഡയബറ്റിക് ആയിരിക്കാം. അതേപോലെ HbA1cൻ്റെ ലെവൽ 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ നോക്കുവാണെങ്കിൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നോക്കുന്ന സമയത്ത് 5.7 മുതൽ 6.4 വരെ വരുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്ന് പറയാൻ പറ്റും. പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ഒരു ടെസ്റ്റിലാണെങ്കിലും നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ് കൂടി കാണുവാണെങ്കിൽ 200ൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ച് നിങ്ങൾ ജീവിതശൈലി മാറ്റം വരുത്തണം. പ്രീ ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ കൂടുതലായിട്ടുള്ള ഭക്ഷണത്തിലൊന്നും നിയന്ത്രണം വരുത്താതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പ്രമേഹ രോഗിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഫാറ്റി ലിവർ ഡിസീസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ, അതുപോലെ ഫാമിലിയലായിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷുഗറിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുത്തിട്ട് പോകേണ്ടതാണ്. ആദ്യം തന്നെ മെഡിക്കേഷൻ എടുക്കുകയല്ല, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഷുഗർ ഒന്നും പ്രശ്നമില്ലല്ലോ, പിന്നീട് ഷുഗർ വരുമ്പോഴല്ലേ അപ്പോൾ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിന് പകരം ഇപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾ ഭക്ഷണത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ പിന്നീട് മെഡിസിൻ എടുക്കാതെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ നോക്കാം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും, ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ടെസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് അത് ഷുഗറായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ ഷുഗർ ആക്കുന്നുണ്ടാവും, അത് എനർജി ആയിട്ട് മാറുന്നില്ല, രക്തത്തിൽ ഷുഗറിൻ്റെ അളവായിട്ട് കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ബോഡിയിലുള്ള ഇൻസുലിൻ്റെ ആക്ടിവിറ്റി പ്രോപ്പർ ആവുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ, പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഇൻസുലിനെ പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഷുഗറിനെ എനർജിയാക്കി മാറ്റാനുള്ള ഒരു കഴിവുണ്ടാവില്ല. ഇൻസുലിനാണ് നമ്മൾക്ക് കൂടുതലും ഷുഗർ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത്. അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്, അതാണ് നമ്മുടെ ഷുഗർ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഹോർമോണിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്ത്
ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായേക്കാം, നമ്മുടെ ഷുഗർ ലെവൽ കൂടുന്നുണ്ടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷുഗർ നോർമലി ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ടെസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ, നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാം. അതേപോലെ തന്നെ HbA1c ലെവൽ നോക്കുന്ന സമയത്ത് കൂടി കാണുവാണെങ്കിലും നമുക്ക് പ്രീ ഡയബറ്റീസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടോ നോക്കുക ആദ്യം തന്നെ. അത് നമുക്ക് SGOT SGPT നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ സ്കാനിങ് എടുത്ത് നോക്കിയാൽ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഭക്ഷണത്തിന് നിയന്ത്രിക്കുക എന്നുള്ളത്. നമ്മൾക്ക് ഇഷ്ടമുള്ള അത്ര കഴിക്കുന്നതിന് പകരം ഇഷ്ടമുള്ളതിൻ്റെ അളവ് അങ്ങോട്ട് കുറച്ചുകൊണ്ട് വരിക. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം മധുരം കഴിക്കരുത് എന്നുള്ളതാണ്. മധുരം ഏത് ഫോമിലാണെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അത് ചായയിൽ മധുരമിട്ട് കഴിക്കുന്നതാവട്ടെ, ജ്യൂസ് കഴിക്കുന്നതാവട്ടെ, അതല്ല പൊരിച്ചതും വറുത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുന്നതാവട്ടെ, ഇതൊക്കെ ഷുഗറായിട്ടാണ് എത്തുന്നത്. അതുപോലെ നമ്മൾ കൂടുതലായിട്ടും കൂൾ ഡ്രിങ്ക്സ് പോലെയുള്ളത് കഴിക്കുന്നതാവട്ടെ, ഇതൊക്കെ ഷുഗറാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന അന്നജത്തിൻ്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്. അന്നജം കൂടുതലായിട്ടുള്ളത് ചോറിലുണ്ട്, ചപ്പാത്തിയിലുണ്ട്, അതുപോലെ എല്ലാ ഗ്രെയിൻസിലും എല്ലാ ധാന്യത്തിലും കൂടുതലും അന്നജമാണുള്ളത്. അപ്പോൾ ഈ അന്നജത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക. നമ്മൾക്ക് മലയാളീസിന് കൂടുതലായിട്ടുള്ളൊരു സ്വഭാവം ചോറ് ഒരുപാട് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ചുകൊണ്ട് വരിക, മാക്സിമം കുറച്ചുകൊണ്ട് വരുവാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അന്നജം കഴിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൂടുതലായിട്ട് ചോറ് കഴിക്കുകയല്ലേ ചെയ്യുക. നമ്മൾക്ക് ശരീരത്തിൽ ആകെ വേണ്ടത് 60% അന്നജം വേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് 80%. 80-85% കഴിക്കുന്നുണ്ട്. ആ 20% നമ്മുടെ ശരീരത്തിൽ ഷുഗറായിട്ട് കെട്ടിക്കിടക്കുകയാണുള്ളത്. അത് ഫാറ്റി ലിവറായിട്ട് മാറാം, അതല്ലെങ്കിൽ ഡയബറ്റീസ് ആയിട്ട് മാറാം, സ്ത്രീകളിൽ PCOD പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ കഴിക്കേണ്ട അന്നജത്തിൻ്റെ അളവ് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് വരിക. നമ്മൾക്ക് 60% മതി. അപ്പോൾ നമ്മളത് കുറച്ചുകൊണ്ട് വരുന്നത് ഇത്രയും കാലം നമ്മൾ 80% കഴിച്ചതുകൊണ്ട് ഒരു 40-50% കൂടുതൽ കൂടാതിരിക്കുക. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ പ്ലേറ്റിംഗ് മെത്തേഡ് എടുക്കും. നമ്മളൊരു പ്ലേറ്റിൽ ഫുഡ് എടുക്കുന്ന സമയത്ത് 4/1 ഭാഗം മാത്രം കഴിക്കുക. അതാണ് ശരിയായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പഴങ്ങൾ, പച്ചക്കറികൾ ഒരുപാട്, പയറുവർഗ്ഗങ്ങൾ ഒരുപാട് കഴിക്കുക. അത് മുളപ്പിച്ചതാണെങ്കിലും നല്ലതാണ്. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ചോറെടുക്കുക. പിന്നെ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും കഴിക്കാം. അതൊന്നുമല്ല നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും ഒഴിവാക്കേണ്ടത് അരിഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതാണ്. അതുപോലെ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പ്രീ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ ഡയബറ്റീസ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ചോറ് കഴിക്കുന്നില്ല, പകരം എന്താ കഴിക്കുന്നത് വെച്ചാൽ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കുവാണെങ്കിൽ ചോറിനേക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി കഴിക്കുന്ന 2 ചപ്പാത്തി മാക്സിമം ഓക്കെ. അതിനേക്കാളും കൂടുതൽ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നമ്മുടെ ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചോറ് കഴിക്കുന്നതിനേക്കാളും ഡേഞ്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവും കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി ഏത് ധാന്യങ്ങളാണെങ്കിലും ചെറുധാന്യങ്ങളാണെങ്കിൽ പോലും അതും ഒരു മിനിമൽ ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. ഒരുപാട് കഴിക്കുന്ന ടെൻഡൻസി കുറച്ചുകൊണ്ട് വരിക. അതുപോലെ രാവിലെയും രാത്രിയും ഒരുപാട് ഷുഗർ ലെവൽ എടുക്കുന്നതിന് പകരം ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുക എന്നുള്ളത് അന്നജം കഴിക്കുന്നത്. ഇപ്പം നമ്മൾ രാവിലെ ആണെങ്കിൽ ദോശ കഴിക്കും, പുട്ട് കഴിക്കും, അങ്ങനെ എന്ത് കഴിക്കുകയാണെങ്കിലും അതൊക്കെ അന്നജമാണ് കഴിക്കുന്നത്. അത് ചോറാണെങ്കിൽ ചോറായിട്ടല്ല കഴിക്കുന്നതെങ്കിലും അതൊക്കെ അരിഭക്ഷണമാണ്. ഇനി രാത്രിയിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ 3 നേരം കഴിക്കുന്നതിൽ ഏറ്റവും നല്ലത് രാത്രിയിലുള്ളത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ആദ്യം അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ രാവിലെയും രാത്രിയും കഴിക്കുന്നതിൻ്റെ അളവിൽ നല്ല രീതിയിൽ കുറച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് 1/4 ആക്കുക എന്നുള്ളത് ചെയ്യാം. അതേപോലെ നിർബന്ധമായിട്ട് 3 നേരം വെജിറ്റബിൾസ്, ഒരു ബൗൾ വെജിറ്റബിൾ എങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അത് ഏറ്റവും നല്ലത് വേവിച്ചിട്ടുള്ളതാണ്. അതല്ല എങ്കിൽ നമ്മൾക്ക് സാലഡ് രൂപത്തിൽ കഴിക്കാം. അപ്പോൾ രാത്രിയിലൊക്കെ നിങ്ങൾ കൂടുതലും കഴിക്കാൻ നല്ലത് സാലഡായിട്ട് കഴിക്കുക. ഇനിയിപ്പോൾ അത് സാലഡിൽ നമുക്ക് പലതരത്തിലുള്ള സാലഡ്സ് ആഡ് ചെയ്യാം. അതിപ്പം ചെറിയൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള കോൺസ് ആഡ് ചെയ്തിട്ട് അതിനൊക്കെ ചോളം ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാതരം വെജിറ്റബിൾസും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുക്കുംബർ ആഡ് ചെയ്യാം, കക്കിരി ആഡ് ചെയ്യാം, ക്യാരറ്റ് ആഡ് ചെയ്യാം. അതങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. അതിലേക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൈസസിന് വേണ്ടിയിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു എഗ്ഗും കൂടെ കഴിക്കുകയാണെങ്കിൽ, അതല്ല നമുക്കൊരു ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിളൊക്കെ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം. മധുരം ഇടാതെ അതിൽ ജ്യൂസ് ആക്കിയിട്ട് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ജ്യൂസ് ആക്കി കഴിക്കുകയാണെങ്കിലും നമ്മൾ ഡിന്നറിന് പകരമായിട്ട് കഴിക്കാം, രാത്രിയിലെ ഭക്ഷണത്തിന് പകരമായിട്ട് കഴിക്കാം. അത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറച്ചുകൊണ്ട് വരാനും നമുക്ക് മറ്റുള്ള ഈ ഒരു ഫാറ്റി ലിവർ പോലെ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് കണ്ടീഷനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്. വൈറ്റമിൻ സി പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ നെല്ലിക്ക കഴിക്കാം, പേരക്ക കഴിക്കാം, അതുപോലെയുള്ളതെല്ലാം കഴിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർമെലൺ കുറേ കഴിക്കാം. നമുക്ക് വാട്ടർമെലൺ കഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പെട്ടെന്ന് വയറ് നിറയും. അത് പലപ്പോഴും രാത്രിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഒരുപാട് നമ്മൾ ചോറ് കഴിക്കുന്നതിനൊക്കെ ടെൻഡൻസി അങ്ങോട്ട് കുറഞ്ഞിട്ട് വരും. അതേപോലെ ചെയ്യേണ്ടത്
ജ്യൂസ് കഴിക്കുകയാണെങ്കിലും അരിച്ച് കഴിക്കാതിരിക്കുക. കാരണം അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് അല്ലെങ്കിൽ നാരുകൾ കിട്ടത്തില്ല. നമ്മൾക്ക് ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. അപ്പോൾ നാര് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുന്നത് അരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ ഫ്രൂട്ട് നേരെ അങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ രാവിലെ നമ്മൾ കൂടുതലായിട്ടും എഗ്ഗ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ കൂടുതലായിട്ടും അന്നജത്തിൻ്റെ അളവ് കുറവാണ്, അതെങ്കിൽ 0 ഷുഗർ ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ ഷുഗർ ലെവൽ ബോഡിയിൽ കൂട്ടത്തില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ പ്രോബയോട്ടിക്കുകളൊക്കെ ആഡ് ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ട് വരാനും നമുക്ക് ഈ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ക്ലിനിക്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി പറയുകയാണെങ്കിൽ, നിങ്ങൾ HbA1cൻ്റെ ലെവൽ നോക്കിയിട്ട് എത്രത്തോളം ഉണ്ട് HbA1c, നമ്മളൊരു പ്രീ ഡയബറ്റിക് ബോർഡറിലാണോ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എത്ര കാലയളവിലാണ് നിങ്ങൾക്കൊരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വരിക, അതുപോലെ എന്തൊക്കെ വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് നല്ലതെന്ന് നോക്കിയിട്ട് ഓരോ പ്രായത്തിലുള്ള ആൾക്കാരുടെയും അനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഒക്കെ ആണെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇതേ രീതിയിൽ മാറ്റം വരുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.